ശബരിമല കേസിൽ യുവതീ പ്രവേശനം എതിർക്കുന്നവരുടെ വാദം പൂർത്തിയായി. നാളെ മുതൽ യുവതീ പ്രവേശനം അനുകൂലിക്കുന്നവർ ഭരണഘടനാ ബെഞ്ചിന് മുൻപിൽ വാദം അവതരിപ്പിക്കും. നിലവിലുള്ള ആചാരങ്ങളെ മാറ്റാൻ സംസ്ഥാന സർക്കാരിന് അവകാശമില്ലെന്ന് കേരള ബ്രാഹ്മണ ഫെഡറേഷൻ കോടതിയിൽ വാദിച്ചു. ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന കക്ഷികളുടെ വാദം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപിൽ പൂർത്തിയായി. ശബരിമലയിൽ സർക്കാർ നടപടികൾക്കെതിരെ കേരള ബ്രാഹ്മണ ഫെഡറേഷൻ കോടതിയിൽ വാദമുന്നയിച്ചു. നിലവിലുള്ള ആചാരങ്ങളെ മാറ്റാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമില്ല. ഈശ്വരവിശ്വാസി അല്ലാത്ത വ്യക്തി ദേവസ്വം മന്ത്രിയായി ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ആചാരങ്ങൾ പാലിക്കാത്തത് തടയണം. വിശ്വാസികളല്ലാത്തവർ അധികാരം മുതലെടുത്ത് ശബരിമലയിൽ ആചാരങ്ങൾ ലംഘിക്കുന്നത് തടയാൻ കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും ബ്രാഹ്മണ ഫെഡറേഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ദർഗയായാലും ക്ഷേത്രമായാലും ആരാധനാക്രമങ്ങൾക്ക് കൃത്യമായ നിയന്ത്രണങ്ങൾ വേണമെന്ന് കോടതി നിരീക്ഷിച്ചു. കോടതി നിശ്ചയിച്ച വിഷയങ്ങൾക്കപ്പുറം പോകരുതെന്നും 7 ചോദ്യങ്ങൾക്കുള്ളിൽ നിന്ന് വാദിക്കണമെന്നും അഭിഭാഷകൻ അശ്വിനികുമാർ ഉപാധ്യായയ്ക്ക് ബെഞ്ച് താക്കീത് നൽകി. കഴിഞ്ഞ 200 കൊല്ലത്തിനിടെ ഇന്ത്യ 7 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു എന്ന വാദത്തിനിടയിലാണ് താക്കീത് നൽകിയത്. കേസിൽ നാളെ മുതൽ ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന കക്ഷികളുടെ വാദം ആരംഭിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.